അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റാൻഡേർഡ്സാണ് ഈ ചാപ്റ്റർ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 4 സ്റ്റാൻഡേർഡ്സ് നമ്മൾ തീർത്ത് കഴിഞ്ഞു. SA 240, 250, 260 ആൻഡ് SA 290 നമ്മൾ കവർ ചെയ്തതാണ് മുന്നത്തെ പാർട്ടുകളിൽ. ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡാണ് SA 402, ഓഡിറ്റ് കൺസിഡറേഷൻസ് റിലേറ്റിംഗ് ടു ആൻ എൻറ്റിറ്റി യൂസിങ് എ സർവീസ് ഓർഗനൈസേഷൻ. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഓവർവ്യൂ ഓഫ് SA 402 ആണ്. അപ്പോൾ SA 402 എന്താണ് പറയുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. SA 402 എക്സ്പ്ലെയിൻസ് ദ യൂസർ ഓഡിറ്റേഴ്സ്, ഇതാരാണ് നമ്മൾ പഠിക്കും, റെസ്പോൺസിബിലിറ്റി ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഓഡിറ്റ് എവിഡൻസ് വെൻ ദ യൂസർ എൻറ്റിറ്റി യൂസേഴ്സ് വൺ ഓർ മോർ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ, ആരാണ് യൂസർ ഓഡിറ്റർ എന്നുള്ളത് നോക്കും. അതേമാതിരി തന്നെ എന്താണ് യൂസർ എൻറ്റിറ്റി ഇതും നമ്മൾ നോക്കും. അതിൻ്റെ കൂടെ തന്നെ സർവീസ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കും, നെക്സ്റ്റ് ആയിട്ട് നോക്കും. അപ്പോൾ ഒരു യൂസർ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു യൂസർ എൻറ്റിറ്റീനെ കുറിച്ചിട്ട് സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് SA 402 പറയുന്നത്. ഒരു യൂസർ എൻറ്റിറ്റി സർവീസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നോ അതിലധികമോ സർവീസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂസർ എൻറ്റിറ്റീൻ്റെ കുറിച്ചിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളത്, യൂസർ ഓഡിറ്റേഴ്സിനുള്ളത്. അതാണ് SA 402 പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ എന്തിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ എന്താണെന്നും അതേമാതിരി തന്നെ യൂസർ എൻറ്റിറ്റി എന്താണെന്നും ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഡെഫിനിഷൻസ്. അതിൽ ഫസ്റ്റ് തന്നെ സർവീസ് ഓർഗനൈസേഷൻ. സർവീസ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷനാണ്. നമ്മളിപ്പോൾ ഒരു എൻറ്റിറ്റി ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു എൻറ്റിറ്റീനെയല്ല നമ്മൾ സർവീസ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക, ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ. അതെന്താ ചെയ്യുന്നത്, ദാറ്റ് പ്രൊവൈഡിങ് സർവീസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ യൂസർ എൻറ്റിറ്റി. എന്ന് വെച്ചാൽ ഈ യൂസർ എൻറ്റിറ്റിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നു, ആ സ്ഥാപനത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യൂസർ എൻറ്റിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ, അതാണ് സർവീസ് ഓർഗനൈസേഷൻ. സോ യൂസർ എൻറ്റിറ്റീസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് റിലവൻറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനത്തെ ഒരു സർവീസാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സർവീസ് ഓർഗനൈസേഷൻ യൂസർ എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് വിളിക്കുക, ഒരു സർവീസ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ യൂസർ എൻറ്റിറ്റിക്ക് എന്തൊക്കെയാണ് കീവേഡ്സ്, ഇൻഫർമേഷൻ സിസ്റ്റം റിലവൻറ്റ് ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് ഒരു കീവേഡ്. പിന്നെ യൂസർ എൻറ്റിറ്റിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാണ് ഈ സർവീസ് ഓർഗനൈസേഷൻ, ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, എക്സാമ്പിൾ, എ പേറോൾ സർവീസ് പ്രൊവൈഡർ ദാറ്റ് കാൽക്കുലേറ്റ്സ് സാലറീസ് ഫോർ എ കമ്പനി. അപ്പോൾ ഒരു കമ്പനീൻ്റെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു വേറെ ഓർഗനൈസേഷൻ നമ്മൾ കൊടുക്കുകയാണ്, അവരോട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാം. അതേമാതിരി നമ്മൾ GST ചിലർക്ക് ഫയൽ ചെയ്ത് കൊടുക്കാൻ പറയും, അതേമാതിരി തന്നെ അതിൻ്റെ റിട്ടേൺസ് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അങ്ങനെയായിരിക്കും ബുക്ക് അടിക്കുക. നമ്മളുടെ ബുക്ക് കീപ്പിംഗ് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു സർവീസ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. സോ നമ്മളുടെ ഒരു സർവീസ്, നമ്മൾ ചെയ്യേണ്ട ഒരു പണി നമ്മൾ മറ്റൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് റിലവൻ്റ് ആയിട്ടുള്ള പണിയാണെങ്കിൽ അവരെന്താണ് വിളിക്കുക, സർവീസ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസ് ഓർഗനൈസേഷനെ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, SA 402 റിലവൻ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു പണി, നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ റിലവൻ്റ് അല്ലാത്ത ഒരു പണി നമ്മൾ വേറൊരു വ്യക്തിക്ക്, ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരില്ല, SA 402 വരില്ല. ആകെ എന്തേ വരുള്ളൂ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം സർവീസസ് ആണ് ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ SA 402 അപ്ലിക്കബിൾ ആവും. ഓക്കെ, അതാണിത് സർവീസ് ഓർഗനൈസേഷൻ. ഇനി യൂസർ എൻറ്റിറ്റി എന്താണ്, നമ്മൾ ആരെയാണോ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് അവരെയാണ് എന്ത് വിളിക്കുക, യൂസർ എൻറ്റിറ്റി എന്ന് വിളിക്കുക. സോ ദ എൻറ്റിറ്റി യൂസിങ് ദ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷനെ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി ഹൂസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ബീങ് ഓഡിറ്റഡ്, അവരുടേതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ, എ കമ്പനി ഔട്ട്സോഴ്സിങ് പേറോൾ സർവീസസ്. ഓക്കെ,
ഇനി ഇതിന് പുറമെ നമുക്ക് എന്തും കൂടി പഠിക്കേണ്ടത് വെച്ചാൽ 2 ഡെഫിനിഷൻ കൂടി പഠിക്കാനുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ആരാണ് സർവീസ് ഓഡിറ്റർ എന്നും ആരാണ് യൂസർ ഓഡിറ്റർ എന്നും. സോ ഫസ്റ്റ് സർവീസ് ഓഡിറ്റർ ആരാന്ന് വെച്ചാൽ ഓഡിറ്റർ പ്രൊവൈഡിങ് അഷുറൻസ് ഓൺ ദ കൺട്രോൾ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ നമ്മളുടെ ഒരു സർവീസാണെന്ത്, ഒരു എൻറ്റിറ്റീൻ്റെ, ഒരു യൂസർ എൻറ്റിറ്റീൻ്റെ സർവീസാണ് ഒരു സർവീസ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ കൺട്രോൾ, അത് അഷുറൻസ് അതിൻ്റെ ഒരു അഷുറൻസ് തരുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർവീസ് ഓഡിറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഒരു എൻറ്റിറ്റി, യൂസർ എൻറ്റിറ്റി, ഇതാണ് യൂസർ എൻറ്റിറ്റി. ഇവരുടെ ഒരു സർവീസ് ആർക്ക് കൊടുത്തു, ഒരു സർവീസ് ഓർഗനൈസേഷന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ സർവീസ്, പേറോൾ സർവീസ് ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരു സർവീസ് ഇവർ ആ ഡീറ്റെയിൽസ് ഇവരുടെ അടുത്തുണ്ടാവും. എന്നിട്ട് ഇവർ കറക്റ്റായിട്ട് അത് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇവർ കൊടുക്കും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇവർ ചെയ്യുന്ന സർവീസ്, ഈ സർവീസ് ഓർഗനൈസേഷൻ ചെയ്യുന്ന സർവീസ് കറക്റ്റായിട്ടാണോ, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ, അവർ ചെയ്യുന്ന സർവീസിലുള്ള കൺട്രോൾ പ്രോപ്പറാണോ, ഈ കാര്യത്തിലൊക്കെ അഷുറൻസ് കൊടുക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സർവീസ് ഓഡിറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ആരാണ് യൂസർ ഓഡിറ്റർ? യൂസർ ഓഡിറ്റർ എന്ന് വെച്ചാൽ ഓഡിറ്റർ റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ യൂസർ എൻറ്റിറ്റി. അപ്പോൾ യൂസർ എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂസർ ഓഡിറ്റർ എന്ന് വിളിക്കുക. സോ എക്സാമ്പിൾ, ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഔട്ട്സോഴ്സിങ് പേറോൾ സർവീസ്. അപ്പോൾ പേറോൾ സർവീസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനീൻ്റെ ഓഡിറ്റർ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഡെഫിനിഷൻസ് SA 402. ദെൻ റിലവൻസ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ സർവീസ്. അപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ സർവീസിൻ്റെ റിലവൻസ് എന്തൊക്കെയാണ്? The services and controls are relevant if they are part of the user entity's information system affecting financial reporting. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് സർവീസ് ഓർഗനൈസേഷൻ. നമ്മൾ എപ്പോഴാണ് ഒരു സർവീസ് ഓർഗനൈസേഷൻ കണക്കാക്കുക, ഒരു യൂസർ എൻറ്റിറ്റീസിൻ്റെ സർവീസ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സിസ്റ്റം റിലവൻറ്റ് ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവരെന്ത് വിളിക്കുള്ളൂ, ഒരു സർവീസ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുള്ളൂ. അപ്പം മാത്രമേ SA 402 എന്താവുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാതെ സിറ്റുവേഷനിൽ അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതോ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞത്, സർവീസ് ആൻഡ് കൺട്രോൾ ആർ റിലവൻറ്റ് ഇഫ് ദേ ആർ പാർട്ട് ഓഫ് ദ യൂസർ എൻറ്റിറ്റീസ് ഇൻഫർമേഷൻ സിസ്റ്റം എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് കാര്യം നമ്മളെന്താ നോക്കേണ്ടത് വെച്ചാൽ, എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസിന്, നമ്മളുടെ ഒരു യൂസർ എൻറ്റിറ്റീസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സർവീസ് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സർവീസ് റിലവൻ്റ് ആണ്. നമ്മളുടെ SA 402 പ്രകാരം അത് റിലവൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. എപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. രണ്ടാമത് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ട്രാൻസാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അതേമാതിരി തന്നെ റിപ്പോർട്ട് ചെയ്യാനും എന്താണ് ഇവരുടെ സർവീസ് വേണോ എന്ന് വെച്ചാൽ പ്രൊസീജിയർ ഫോർ ഇനീഷ്യേറ്റിംഗ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവരുടെ സർവീസ് വേണ്ടാണോ നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റും റെക്കോർഡും റിപ്പോർട്ടും ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നോർമലി പറയുകയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് അവരാണോ ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് അവരാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ സർവീസ് നമ്മൾ കറക്റ്റ് ആണോ, അവരുടെ കൺട്രോൾ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ബുക്ക് കീപ്പിംഗ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ അതെന്താണ്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, അവരുടെ സർവീസ് ഓർഗനൈസേഷൻ്റെ സർവീസ് എന്താണ്, റിലവൻ്റ് ആണ് ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ആസ് പെർ SA 402. നെക്സ്റ്റ്, അക്കൗണ്ടിങ് റെക്കോർഡ്, സപ്പോർട്ടിംഗ് അക്കൗണ്ടിങ് റെക്കോർഡ്. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോഴും എന്താണ്, റിലവൻ്റ് ആണ്. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ആൻഡ് കണ്ടീഷൻ, ക്യാപ്ചറിങ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് കണ്ടീഷൻ. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും കണ്ടീഷൻസും എന്താണ്, ഈ സർവീസ് ഓർഗനൈസേഷൻ്റെ സർവീസ് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ റിലവൻ്റ് ആണ്. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്, ഒന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ, രണ്ടാമത് വെച്ചാൽ ട്രാൻസാക്ഷൻസിനെ ഇനീഷ്യേറ്റും റെക്കോർഡും റിപ്പോർട്ടും ചെയ്യുന്നുണ്ടോ, ദെൻ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ദെൻ ഇവൻറ്റ്സ് ആൻഡ് കണ്ടീഷൻ വിച്ച് ഈസ് സിഗ്നിഫിക്കൻറ്റ് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് റിലവൻ്റ് ആണ്. കഴിഞ്ഞിട്ടില്ല.
ദെൻ പ്രിപ്പയറിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സർവീസ് ഓർഗനൈസേഷൻ ആണോ? ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിലവൻ്റ് ആയിട്ട് കണക്കാക്കണം. ഇൻക്ലൂഡിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. ദെൻ കൺട്രോൾ ഓവർ ജേർണൽ എൻട്രീസ്. അപ്പോൾ ജേർണൽ എൻട്രീസിൻ്റെ മുകളിൽ ഇവർക്ക് കൺട്രോൾ ഉണ്ടോ? എസ്പെഷ്യലി നോൺ റിക്കറിങ് ഓർ അൺയൂഷ്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ്? ഒരു സർവീസ് ഓർഗനൈസേഷൻസിൻ്റെ സർവീസ് നമ്മൾ റിലവൻ്റ് ആയിട്ട് കണക്കാക്കണം. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ ഓഡിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ഓക്കെ, നെക്സ്റ്റ്, നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് വർക്ക്. The user auditor determines the nature and extent of work based on the significance and relevance of the service organization service to the user entity and the audit. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മളെ ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യാൻ വിളിച്ചു. ആ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ട നേച്ചറും എക്സ്റ്റെൻറ്റും, ഏത് നേച്ചറിലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ ഏത് വരെ നമ്മൾ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ആസ് പെർ SA 402 പ്രകാരം സർവീസ് ഓർഗനൈസേഷൻ ഈ യൂസർ എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ സിഗ്നിഫിക്കൻസും റിലവൻസും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നേച്ചറും എക്സ്റ്റെൻറ്റും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫേം ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വെക്കുക. ഇതാണ് യൂസർ എൻറ്റിറ്റി. അപ്പോൾ ഇവരുടെ കുറേ സർവീസ്, ഇവരുടെ ബുക്ക് കീപ്പിംഗ് സർവീസ് വേറൊരു എൻറ്റിറ്റിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ സർവീസ് ഓർഗനൈസേഷനായി. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമ്മൾ ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ഒരു കേസാണെങ്കിൽ SA 402 അപ്ലിക്കബിൾ ആവുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അതിൻ്റെ സിഗ്നിഫിക്കൻസും റിലവൻസും അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എത്രമാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. സോ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് എന്തിൻ്റെ ബേസിലാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഒരു സർവീസ് ഓർഗനൈസേഷൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ റിലവൻസും സിഗ്നിഫിക്കൻസും ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. എക്സാമ്പിൾ, ഇവാലുവേറ്റിംഗ് ദ സർവീസ് പ്രൊവൈഡേഴ്സ് പേറോൾ പ്രൊവൈഡേഴ്സ് കൺട്രോൾ ഓവർ സാലറി കാൽക്കുലേഷൻ. അപ്പോൾ സാലറി കാൽക്കുലേഷനിൽ ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ കൺട്രോൾ എങ്ങനെയുണ്ട്? ഈ ഒരു കാര്യം ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? മുന്നോട്ട് ഓഡിറ്റ് കൊണ്ടുപോകാൻ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ SA 402 ഒബ്ജക്റ്റീവ് എന്താണ്? സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂസർ ഓഡിറ്റർ ഇൻ അക്കൗണ്ട്സ് വിത്ത് SA 402. അപ്പോൾ യൂസർ ഓഡിറ്റർ വെച്ചാൽ എന്താണ്? അതാണ് ശരിക്കുള്ള ഓഡിറ്റർ എന്ന് വെച്ചാൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആൾ. SA 402 ഫോളോ ചെയ്യേണ്ട വ്യക്തിയാണ് യൂസർ ഓഡിറ്റർ. അപ്പോൾ SA 402 പ്രകാരം യൂസർ ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒബ്റ്റെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ യൂസർ എൻറ്റിറ്റിക്ക് സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ നേച്ചറും സിഗ്നിഫിക്കൻസിനെയും കുറിച്ചിട്ട് എന്ത് ഒബ്റ്റെയിൻ ചെയ്യണം? ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സോ ഇവർ എന്ത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമിന് വേണ്ടിയിട്ട് മറ്റവരെന്താണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? SA 402 ഹെൽപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, assess how these services affect the user entity's internal control relevant to the audit. അപ്പോൾ എന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ, ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോളിനെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം രണ്ടാമത് അസസ് ചെയ്യും. ഫസ്റ്റ് എന്താണ്? ഈ ഒരു സർവീസിൻ്റെ നേച്ചറും സിഗ്നിഫിക്കൻസും നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണോ ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അസസ് ചെയ്യും. ടു ഐഡൻറ്റിഫൈ ആൻഡ് അസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടും അതേപോലെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണ്ടത്? നമ്മൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻറ്റേർണൽ കൺട്രോൾസിനെ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ദെൻ ഡിസൈൻ ആൻഡ് പെർഫോം
ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു റെസ്പോണ്ട് എഫക്റ്റീവ്ലി ടു ഐഡൻറ്റിഫൈഡ് റിസ്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡിസൈനും പെർഫോമും ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് SA402 ഹെൽപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ നേച്ചറും സിഗ്നിഫിക്കൻസും മനസ്സിലാക്കും. രണ്ടാമത്തെ വെച്ചാൽ അത് എങ്ങനെയാണോ ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അസസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, അസസും ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് എന്തെങ്കിലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, അതിന് തക്കതായിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും ചെയ്യണം, പെർഫോമും ചെയ്യണം. ഇത് മൂന്നുമാണ് SA402ൻ്റെ ഒബ്ജക്റ്റീവ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട്. അപ്പോൾ ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ഓഡിറ്റേഴ്സാണ് SA402 കവർ ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ സർവീസ് ഓഡിറ്ററും രണ്ടാമത്തെ വെച്ചാൽ യൂസർ ഓഡിറ്ററും. സർവീസ് ഓഡിറ്റർ എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ കൺട്രോളിനൊരു റീസണബിൾ അഷ്വറൻസ് തരുന്ന ഓഡിറ്ററാണ് സർവീസ് ഓഡിറ്റർ. യൂസർ ഓഡിറ്റർ എന്ന് വെച്ചാൽ യൂസർ എൻറ്റിറ്റീൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ആൾ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. അപ്പോൾ ഈ സർവീസ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് ടൈപ്പ് 1 റിപ്പോർട്ടും ടൈപ്പ് 2 റിപ്പോർട്ടും. ഇത് രണ്ടും ഒരുപാട് കാര്യത്തിൽ സിമിലറാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ടൈപ്പ് 1 റിപ്പോർട്ടിനും ടൈപ്പ് 2 റിപ്പോർട്ടിനും ഉള്ളൂ. ഫസ്റ്റ് ടൈപ്പ് 1 റിപ്പോർട്ട്. ഈ ടൈപ്പ് 1 റിപ്പോർട്ട് എന്താണ്, എന്ത് കണ്ടൻറ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ, സർവീസ് ഓർഗനൈസേഷൻ സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസ് ദാറ്റ് ഹാവ് ബീൻ ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ആസ് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയും അതിൻ്റെ കൺട്രോൾ ഒബ്ജക്റ്റീവിനെയും അതിൻ്റെ റിലേറ്റഡ് കൺട്രോൾസിനെയും കുറിച്ചിട്ടാണ് ടൈപ്പ് 1 പറയാം. എന്തൊക്കെയാണ് പറയാം, ഒരു സ്പെസിഫൈഡ് ഡേറ്റ്. ഈ സ്പെസിഫൈഡ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത്. ടൈപ്പ് 1 സ്പെസിഫൈഡ് ഡേറ്റ് എന്നാണ് പറഞ്ഞത്. സോ ടൈപ്പ് 1 റിപ്പോർട്ടിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റിൽ ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുള്ള സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസ്, അതിനെക്കുറിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്, ടൈപ്പ് 1 റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത് രണ്ട് വ്യക്തികളാണ് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത്. രണ്ട് വ്യക്തികളാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ്. സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ത് ഫസ്റ്റ് കൊടുക്കും, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. രണ്ട് വ്യക്തികൾ എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റും അതേമാതിരി തന്നെ സർവീസ് ഓഡിറ്റേഴ്സുമാണ് എന്ത് പറയുക, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ. ഫസ്റ്റ് സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുള്ള സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസിനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ആര് കൊടുക്കും, ഫസ്റ്റ് സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കും. അതെന്തിലുണ്ടാവും, അത് ഈ ടൈപ്പ് 1 റിപ്പോർട്ടിലുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കണ്ടൻറ്റ്. ടൈപ്പ് 1 റിപ്പോർട്ടിൻ്റെ ഒരു കണ്ടൻറ്റ് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതും എപ്പോൾ ഇത് സർവീസ് ഓഡിറ്റർ എന്താ ചെയ്യുന്നത്, സർവീസ് ഓഡിറ്റർ എന്ത് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്, ഒപ്പീനിയനാണ് കൊടുക്കുക. സർവീസ് ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കും. എന്തിനെ കുറിച്ചിട്ട്, ഫസ്റ്റ് കൊടുക്കുന്ന ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഈ സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കും ആര്, സർവീസ് ഓഡിറ്റർ. രണ്ടാമത്തെന്ന് വെച്ചാൽ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ഡിസൈൻ ഓഫ് ദ കൺട്രോൾ. അപ്പോൾ ഇവർ സർവീസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാനാണ് തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ പെർസ്പെക്റ്റീവ് സംസാരിക്കുക. നമുക്കൊരു വർക്ക് അസൈൻ ചെയ്ത് തന്നു, ഒരു പേറോളിന് വർക്ക് അസൈൻ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താണ്, കുറച്ച് കൺട്രോൾസ് നമ്മൾ വെക്കണം. എന്ന് വെച്ചാൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾസ് നമ്മൾ വെക്കണം. ആ കൺട്രോൾസ് സ്യൂട്ടബിൾ ആണോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സർവീസിന് അത് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആര് ഒപ്പീനിയൻ കൊടുക്കണം, സർവീസ് ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കണം. ഓക്കെ, സോ അതിൻ്റെ എന്താ കൊടുക്കേണ്ടത്, ടു അച്ചീവ് ദ കൺട്രോൾ ഒബ്ജക്റ്റീവ്. അപ്പോൾ കൺട്രോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കൺട്രോൾ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും കൂടി ആര് ഒപ്പീനിയൻ കൊടുക്കണം, സർവീസ് ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കണം. അപ്പോൾ ഇതാണെന്ത്, ടൈപ്പ് 1 റിപ്പോർട്ട്. ടൈപ്പ് 1 റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, മേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം, 3 കാര്യങ്ങളാണ്. എന്തൊക്കെ, സിസ്റ്റം,
കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾ. അതും ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുള്ള സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസ്. ഇതിനെക്കുറിച്ച് 2 ആൾക്കാരാണ് പറഞ്ഞത്, ഒപ്പീനിയൻ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റും സർവീസ് ഓഡിറ്ററും. സർവീസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എന്താ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. പക്ഷേ സർവീസ് ഓഡിറ്റർ ഒപ്പീനിയനാണ് കൊടുക്കുന്നത്. 2 ഒപ്പീനിയനാണ് കൊടുക്കുക. ഒന്നെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒപ്പീനിയനും, രണ്ടാമത്തെ വെച്ചാൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കൺട്രോളിൻ്റെ സ്യൂട്ടബിലിറ്റിയും, കൺട്രോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട്. സോ ഇതാണ് ടൈപ്പ് 1 റിപ്പോർട്ട്. എക്സാമ്പിൾ, എ payroll service provider describes its system and control as at 31st March. അപ്പോൾ ഏതെങ്കിലും കൊല്ലം 31st മാർച്ചിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ കൺട്രോൾസിനെയും കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞു സ്പെസിഫൈഡ് ഡേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. ആൻഡ് ദ സർവീസ് ഓഡിറ്റർ കൺഫേം ദാറ്റ് ദ കൺട്രോൾ ആർ സ്യൂട്ടബിളി ഡിസൈൻ ടു അച്ചീവ് ദ പേറോൾ ആക്യുറസി. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് കൊടുക്കും, ഈ ഒരു 31st മാർച്ചിലുള്ള സിസ്റ്റം അതേമാതിരി തന്നെ അതിൻ്റെ കൺട്രോളിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സർവീസ് ഓഡിറ്റർ വന്നിട്ട് അത് കൺഫേം ചെയ്യുക. കൺട്രോളും അതേമാതിരി തന്നെ ഈ ഒരു സിസ്റ്റം കൺട്രോൾ സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സർവീസിന് സ്യൂട്ടബിൾ ആണെന്നുള്ള അതിൻ്റെ കൺട്രോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് 1 റിപ്പോർട്ടിൻ്റെ എക്സാമ്പിൾ. ഒരു സ്പെസിഫൈഡ് ഡേറ്റിലാണ് കൊടുക്കുന്നത്. ഇനി ടൈപ്പ് 2 റിപ്പോർട്ട്. നമ്മൾ ടൈപ്പ് 1 ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ ടൈപ്പ് 1ൽ എന്തായിരുന്നു നമ്മുടെ കണ്ടൻറ്റ്, മേജർ കണ്ടൻറ്റ് എന്തായിരുന്നു? ടൈപ്പ് 1ലെ മേജർ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സർവീസ് ഓർഗനൈസേഷൻ സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസ് ദാറ്റ് ഹാവ് ബീൻ ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ആസ് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. നമ്മൾ പറഞ്ഞു സ്പെസിഫൈഡ് ഡേറ്റിൽ ഡിസൈനും ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുള്ള സിസ്റ്റം കൺട്രോൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ടൈപ്പ് 1 റിപ്പോർട്ടിൽ പറഞ്ഞത്. ടൈപ്പ് 2 റിപ്പോർട്ടിലും ഇതേ കണ്ടൻറ്റ് ഉണ്ട്. ഈ കണ്ടൻറ്റിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ഇതിന് കൂടെ അഡീഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് അഡീഷൻസ് എന്ന് വെച്ചാൽ ഇതിന് പുറമെ എന്തും നോക്കും, ത്രൂ ഔട്ട് എ സ്പെസിഫൈഡ് പീരീഡ്. നമ്മൾ ടൈപ്പ് 1ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ മാത്രമുള്ള ഈ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, ടൈപ്പ് 1ൽ നോക്കുള്ളൂ. പക്ഷേ ടൈപ്പ് 2ൽ അങ്ങനെയല്ല. സ്പെസിഫൈഡ് പീരീഡ്, ഒരു 6 മാസം, ഒരു കൊല്ലം, 3 മാസം, അങ്ങനെ ഒരു സ്പെസിഫൈഡ് പീരീഡിലുള്ള കൺട്രോൾസിനെ കുറിച്ചിട്ടും ടൈപ്പ് 2ൽ കൊടുക്കുന്നുണ്ട്. സ്പെസിഫൈഡ് ഡേറ്റ് മാത്രമല്ല. അതിന് പുറമെ എന്തുകൊണ്ട്, ആൻഡ് ഇൻ സം കേസസ്, ചില കേസുകളിൽ ദെയർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ത്രൂ ഔട്ട് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഈ ഒരു കൺട്രോൾ സിസ്റ്റം അതേമാതിരി തന്നെ അതിൻ്റെ റിലേറ്റഡ് കൺട്രോൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടും കൊടുക്കും, ടൈപ്പ് 2ൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ലാകെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് ടൈപ്പ് 1ലുള്ളത്. ടൈപ്പ് 2ൽ എന്ന് വെച്ചാൽ ഇത് മൊത്തം ഉണ്ട്. ക്ലിയർ? സോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടൈപ്പ് 2ലും 2 വ്യക്തികളാണ് ഇതിനെക്കുറിച്ചിട്ട് ടൈപ്പ് 2ൽ ഉള്ള കണ്ടൻസ് 2 പാർട്ടീസാണ് തരുന്നത്. ഒന്നെന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ. അവർ ഈ ഒരു കണ്ടൻറ്റിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തരും. നമ്മൾ താഴെ കൊടുത്തുള്ള കണ്ടൻറ്റിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ തരും. സർവീസ് ഓഡിറ്റർ എന്താ തരിക, ഒപ്പീനിയൻ. എന്തിനെ കുറിച്ചിട്ട്? ഫസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയനാണ് ഫസ്റ്റ് ഈ സർവീസ് ഓഡിറ്റർ തരിക. രണ്ടാമത്തത് സെയിം ആയി തന്നെ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ഡിസൈൻ ഓഫ് ദ കൺട്രോളിൻ്റെ സ്യൂട്ടബിലിറ്റി, കൺട്രോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒപ്പീനിയൻ തരുന്നത്. ഇതിന് പുറമെ സർവീസ് ഓഡിറ്റർ ഒന്നും കൂടി തരും. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്സും കൂടി നോക്കുന്നുണ്ട്. സോ സർവീസ് ഓഡിറ്റർ തരും, അവർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടെസ്റ്റ് ഓഫ് കൺട്രോൾ നടത്തും. എന്ന് വെച്ചാൽ കൺട്രോൾസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ നടത്തും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരും. എന്തൊക്കെ? ദ സർവീസ് ഓഡിറ്റർ നടത്തിയിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾ, സർവീസ് ഓഡിറ്റേഴ്സ് ടെസ്റ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ റിസൾട്ടും. സോ ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെയും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടി തരും, അഡീഷണലായിട്ട് സർവീസ് ഓഡിറ്റർ തരും. അപ്പോൾ ടൈപ്പ് 1ൽ നിന്നും അഡീഷണലായിട്ട് വരുന്ന കാര്യം എന്തൊക്കെയാണ്? ഒന്നെന്ന് വെച്ചാൽ സർവീസ് ഓഡിറ്റർ തരുന്ന ഈ ഒരു ഏരിയ ഡിസ്ക്രിപ്ഷൻ തരുന്നതും, അതിന് പുറമെ സ്പെസിഫൈഡ് ഡേറ്റിന് കൂടാതെ സ്പെസിഫൈഡ് പീരീഡും അതേമാതിരി തന്നെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്സും
ഒരു സ്പെസിഫൈഡ് പീരീഡിലുള്ള ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതും ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ, ഇൻ സം കേസസ്. സോ ഇതാണെന്ത് ടൈപ്പ് 1 റിപ്പോർട്ട് ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട്. ഈ ടൈപ്പ് 1 റിപ്പോർട്ടും ടൈപ്പ് 2 റിപ്പോർട്ടും എന്താണ്, യൂസർ ഓഡിറ്റർ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. സർവീസ് ഓഡിറ്ററാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. യൂസർ ഓഡിറ്റർ എന്ന് വെച്ചാൽ യൂസർ എൻറ്റിറ്റീനെ ഓഡിറ്റ് ചെയ്യുന്ന ആൾ എന്താണ്, ഇത് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അയാളുടെ ഓഡിറ്റ് എവിഡൻസ് ആണ് ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട്. എക്സാമ്പിൾ, എ പേറോൾ സർവീസ് പ്രൊവൈഡർ describes its systems and control for a period April to September. അപ്പോൾ ഇതെന്താണ്, നമ്മൾ 31 മാർച്ച്, ഒരു സ്പെസിഫൈഡ് ഡേറ്റ് അല്ല, ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് 1 എടുക്കുക. സ്പെസിഫൈഡ് ഡേറ്റും ഉണ്ട്. സിസ്റ്റം ആൻഡ് കൺട്രോൾ ഈ ഒരു പീരീഡിൽ അത് ഡിസ്ക്രൈബ് ചെയ്യും. അതേമാതിരി തന്നെ സർവീസ് ഓർഡർ കൺഫേം ചെയ്യും. എന്ത്, കൺട്രോൾസ് ഫോർ സ്യൂട്ടബിളി ഡിസൈൻഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണെന്ന് കണ്ടാക്കും. എന്താണ്, അവർ കൺഫേം ചെയ്യും. ടു എൻഷുർ ആക്യുറേറ്റ് പേറോൾ പ്രോസസ്സിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ്. അടുത്ത വെച്ചാൽ ഒബ്റ്റെയിനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സർവീസ്. അപ്പോൾ ഈ ഒരു സർവീസ് എന്ന് വെച്ചാൽ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് വരുത്തുക നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് സർവീസസ് പ്രൊവൈഡ് ബൈ എ സർവീസ് ഓർഗനൈസേഷൻ. Understand how the user entity uses the service organization in its operations as per SA 315. അപ്പോൾ SA 315 പ്രകാരം ഒരു യൂസർ എൻറ്റിറ്റി എങ്ങനെയാണ് ഒരു സർവീസ് ഓർഗനൈസേഷനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. SA 315 ഒക്കെ നമ്മൾ എന്താണ് നമുക്ക് നോക്കാനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്, നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. കൺസിഡർ ദ ഫോളോയിങ് ആസ്പെക്ട്. അപ്പോൾ നമ്മളെന്താണ്, ഒരു സർവീസ് ഓർഗനൈസേഷൻ തരുന്ന സർവീസിനെ മനസ്സിലാക്കണമെങ്കിൽ താഴെ പറഞ്ഞ ആസ്പെക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് സർവീസ്. പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ നേച്ചർ, എന്ത് നേച്ചർ ഓഫ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ടൈപ്പ് ഓഫ് സർവീസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻക്ലൂഡിങ് ദ ഇമ്പാക്റ്റ് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ടൈപ്പ് ഓഫ് സർവീസും അതിൻ്റെ സിഗ്നിഫിക്കൻസും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോളിനെ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് എന്ത് പറഞ്ഞത്, നേച്ചർ ഓഫ് സർവീസ്. ഇത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. എക്സാമ്പിൾ, എ പേറോൾ സർവീസ് കാൽക്കുലേറ്റിംഗ് എംപ്ലോയീസ് വേജ്. അടുത്തത് നേച്ചർ ആൻഡ് മെറ്റീരിയാലിറ്റി. നെക്സ്റ്റ് വെച്ചാൽ നേച്ചർ ആൻഡ് മെറ്റീരിയാലിറ്റിയാണ്. നമ്മൾ ഈ ഒരു സർവീസ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ മെറ്റീരിയാലിറ്റി നമ്മൾ നോക്കണം. ട്രാൻസാക്ഷൻസ് ഓർ അക്കൗണ്ട്സ് എഫക്റ്റഡ്. അപ്പോൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസും ഏതൊക്കെ അക്കൗണ്ട്സാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സർവീസിനെ കൊണ്ട്, അതാണ് നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. സോ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, പേറോൾ ട്രാൻസാക്ഷൻ മേ നോട്ട് സീംസ് മെറ്റീരിയൽ ബട്ട് ആർ ക്രിട്ടിക്കൽ ഫോർ ആക്യുറസി. അപ്പോൾ പേറോൾ ട്രാൻസാക്ഷൻ എന്തായിരിക്കും, മെറ്റീരിയൽ ആയിരിക്കില്ല, പക്ഷേ അത് ആക്യുറസിക്ക് ക്രിട്ടിക്കൽ ആയിരിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ കൊടുക്കുന്ന സാലറി അതേമാതിരി തന്നെ ബാക്കിയുള്ള ബെനിഫിറ്റുകൾക്ക് ആക്യുറേറ്റ് ആയിട്ട് വരണമെങ്കിൽ എന്താണ് പേറോൾ സർവീസ് പ്രോപ്പർ ആയിരിക്കണം. പക്ഷെ അത് മെറ്റീരിയൽ ആയിക്കോണമെന്നില്ല. സോ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് സർവീസിൻ്റെ നേച്ചർ, രണ്ടാമത്തെ വെച്ചാൽ നേച്ചർ ആൻഡ് മെറ്റീരിയാലിറ്റിയാണ്. മൂന്നാമത്തത് ഡിഗ്രി ഓഫ് ഇൻറ്ററാക്ഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ യൂസർ എൻറ്റിറ്റി ആൻഡ് സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷനും അതേമാതിരി തന്നെ യൂസർ എൻറ്റിറ്റിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ഒരു ഇടപാട് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. സോ ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ, ദ യൂസർ എൻറ്റിറ്റി ഓതറൈസിങ് പേയ്മെൻറ്റ്സ് വൈൽ ദ സർവീസ് ഓർഗനൈസേഷൻ പ്രോസസ്സസ് ദം. അപ്പോൾ യൂസർ എൻറ്റിറ്റി എന്താണ് പേയ്മെൻറ്റ് അവരേക്കും കൊടുക്കുന്നുണ്ടാവുക, അത് പ്രോസസ്സ് ചെയ്യുന്നത് സർവീസ് ഓർഗനൈസേഷൻ ആയിരിക്കും. സോ അങ്ങനെ എന്ത് രീതിയിലുള്ള ഇൻട്രാക്ഷനാണ് ഈ രണ്ട് പാർട്ടീസും തമ്മിലുള്ളതെന്നുള്ള കാര്യം എന്താണ് ഒരു ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം, യൂസർ ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം. ദെൻ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, കോൺട്രാക്ച്വൽ ടേംസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ് സർവീസ് ഓർഗനൈസേഷനും അതേമാതിരി തന്നെ യൂസർ എന്നിട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളത്, എന്ത് റിലേഷൻഷിപ്പാണ്, സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന അവരുടെ എഗ്രിമെൻറ്റ് പ്രകാരമുള്ളതും അതേമാതിരി തന്നെ അല്ലാത്ത റിലേഷൻഷിപ്പ് എങ്ങനെയാണുള്ള കാര്യം എന്താണ് ഒരു യൂസർ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ, അഗ്രിമെൻറ്റ്സ് ഡീറ്റെയിലിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡാറ്റ ആക്സസ് റൈറ്റ്സ്. സോ ഈ 4 കാര്യങ്ങൾ, ഫസ്റ്റ് എന്താണ് നേച്ചർ ഓഫ് സർവീസ്, പിന്നെ നേച്ചർ ആൻഡ് മെറ്റീരിയാലിറ്റി,
ദെൻ ഡിഗ്രി ഓഫ് ഇൻറ്ററാക്ഷൻ ആൻഡ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഈ 4 കാര്യങ്ങളാണ് എന്ത് മനസ്സിലാക്കേണ്ടത്, ഒരു യൂസർ ഓഡിറ്റർ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾസ് റിലവൻറ്റ് ടു ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിന് റിലവൻറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള നമ്മളുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അതായിരുന്നു. ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അസസ് ചെയ്യലായിരുന്നു എന്ത്, SA 402 പ്രകാരമുള്ള നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. The auditor must evaluate the design and implementation of controls at the user entities related to the service provided by the service organizations. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ യൂസർ എൻറ്റിറ്റി എന്ത് ചെയ്യണം, യൂസർ ഓഡിറ്റർ എന്ത് ചെയ്യണം, യൂസർ എൻറ്റിറ്റിയിലുള്ള കൺട്രോൾസ് അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എന്ത് ചെയ്യണം, ഒരു യൂസർ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. അത്രേ ഇതിൽ പറയുന്നുള്ളൂ. ഇൻക്ലൂഡിങ് കൺട്രോൾസ് ഓവർ ട്രാൻസാക്ഷൻ പ്രോസസ്ഡ് ബൈ ദ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അതിൻ്റെ മുകളിലുള്ള കൺട്രോളും എന്ത് ചെയ്യണം, ഒരു യൂസർ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ ഓതറൈസേഷൻ കൺട്രോൾസ് ഓവർ പേറോൾ ഡാറ്റ. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞത് എന്ത് മാത്രമേ ഉള്ളൂ, യൂസർ എൻറ്റിറ്റി എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ്റെ സർവീസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂസർ എൻറ്റിറ്റീൻ്റെ കൺട്രോൾസിൻ്റെ ഡിസൈനും ഇംപ്ലിമെൻറ്റേഷനും ഒരു യൂസർ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് പുറമെ എന്തും കൂടി ചെയ്യണം, സർവീസ് ഓർഗനൈസേഷൻ ചെയ്യുന്ന അത് പ്രോസസ്സ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കൺട്രോളും കൂടി ആര് ചെയ്യണം, യൂസർ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത് വെച്ചാൽ സഫിഷ്യൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സർവീസ്. അപ്പോൾ ദ ഓഡിറ്റർ ഡിറ്റർമൈൻസ് if there is enough understanding of the nature and significance of the services and their impact on internal controls to identify and assess risk of material misstatement. അപ്പോൾ ഓഡിറ്റർ എന്ത് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ അതിൻ്റെ നേച്ചറിൻ്റെയും സിഗ്നിഫിക്കൻസിനെയും കുറിച്ചിട്ട് ഇനഫായിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം ഒരു യൂസർ ഓഡിറ്റർ. അതിന് പുറമെ തന്നെ അത് എങ്ങനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾസിനെ ഇമ്പാക്റ്റും ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം ഒരു യൂസർ ഓഡിറ്റർ. ടു ഐഡൻറ്റിഫൈ ആൻഡ് അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈയും അതേമാതിരി തന്നെ അസസും ചെയ്യാനുള്ള രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അതാണ് നമുക്ക് മെയിൻ. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ നേച്ചറും സിഗ്നിഫിക്കൻസും നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വെച്ചാൽ അതെങ്ങനെയാണോ ഇൻറ്റേർണൽ കൺട്രോൾസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് എത്ര രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ അസസ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ കാര്യം നമ്മൾ ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഇഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആണ്. നമുക്ക് കാര്യമായിട്ട് എന്താ അറിയില്ല, ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ച് നമുക്ക് വലിയൊരു ധാരണ ഇല്ല. ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒബ്റ്റെയിൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട്. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2 റിപ്പോർട്ടും ഒബ്റ്റെയിൻ ചെയ്യണം ഇഫ് അവൈലബിൾ. എക്സാമ്പിൾ എ റിപ്പോർട്ട് ഓൺ ദ ഡിസൈൻ ഓൺ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് പേറോൾ കൺട്രോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എന്താണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് എന്താണെന്നുള്ള കാര്യം. Then contact the service organization through the user entity to gather specific detail. അപ്പോൾ നമ്മൾ യൂസർ എൻറ്റിറ്റി മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ഓർഗനൈസേഷൻ നമ്മൾ കോൺടാക്ട് ചെയ്യണം. എക്സാമ്പിൾ റിക്വസ്റ്റിംഗ് ഡാറ്റ ഓൺ ഹൗ പേറോൾ കാൽക്കുലേഷൻസ് ആർ പെർഫോംഡ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്യണം. അടുത്ത വെച്ചാൽ വിസിറ്റ് ചെയ്യണം. നമ്മൾ അവരെ വിളിച്ചിട്ട് കിട്ടി പക്ഷേ എന്നിട്ട് നമുക്കൊരു തൃപ്തി വരുന്നില്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ സർവീസ് ഓർഗനൈസേഷനിലെ സർവീസ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ നോക്കി. അതുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തു, നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സർവീസ് ഓർഗനൈസേഷൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. എങ്ങനെ? ത്രൂ യൂസർ എൻറ്റിറ്റി.
കോൺടാക്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ സർവീസ് ഓർഗനൈസേഷനിൽ പോയി, അങ്ങോട്ടേക്ക് നമ്മൾ വിസിറ്റ് ചെയ്ത് ടു പെർഫോം നെസസറി പ്രൊസീജിയേഴ്സ്. എക്സാമ്പിൾ, ഒബ്സർവിങ് പേറോൾ പ്രോസസിങ് ഓപ്പറേഷൻസ് അറ്റ് ദ സർവീസ് പ്രൊവൈഡേഴ്സ് ഓഫീസ്. അപ്പോൾ അവരെങ്ങനെയാണോ സർവീസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവിടെയും പോയി. ദെൻ യൂസ് അനദർ ഓഡിറ്റർ ടു പെർഫോം റിലവൻറ്റ് പ്രൊസീജിയേഴ്സ്. ഇതും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും പ്രൊസീജിയേഴ്സും നമ്മളെന്താണ് മനസ്സിലാക്കണം. എക്സാമ്പിൾ, എൻഗേജിങ് an independent auditor to evaluate control over payroll processing. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ വെച്ചാൽ സർവീസ് ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്യുക ത്രൂ യൂസർ എൻറ്റിറ്റി. മൂന്നാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊസീജിയേഴ്സ് നമ്മളെന്താണ് നോക്കുക. പിന്നെ പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യുക. മൂന്നാമത്തെ വെച്ചാൽ നമ്മൾ അനദർ ഓഡിറ്ററിനെ യൂസ് ചെയ്തിട്ട് റിലവൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുക. യൂസിങ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട്. അപ്പോൾ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ 3 രീതിയിലാണ് യൂസ് ചെയ്യുക. ഒന്നെന്ന് വെച്ചാൽ സപ്പോർട്ടിങ് ദ യൂസർ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ യൂസർ ഓഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, യൂസർ ഓഡിറ്ററിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്, യൂസർ ഓഡിറ്ററിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തെ വെച്ചാൽ ഇവാലുവേറ്റിംഗ് ദ റിപ്പോർട്ട് ആസ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ റിപ്പോർട്ടുകളെ ഇവാലുവേറ്റ് ചെയ്യാം. മൂന്നാമത്തെ വെച്ചാൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കൺട്രോൾസ്, യൂസർ എൻറ്റിറ്റീസിൻ്റെ കൺട്രോൾസ് ചെക്ക് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് നമുക്ക് നോക്കാൻ പറ്റും. സോ ഫസ്റ്റ് സപ്പോർട്ടിംഗ് ദ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. ദ യൂസർ ഓഡിറ്റർ മസ്റ്റ് അസസ് ദ സർവീസ് ഓഡിറ്റേഴ്സ് കോമ്പീറ്റൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ സർവീസ് ഓഡിറ്ററിൻ്റെ കോമ്പീറ്റൻസും ഇൻഡിപെൻഡൻസും ഫസ്റ്റ് തന്നെ യൂസർ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് അസസ് ചെയ്തിരിക്കണം. അവരാണ് എന്തുണ്ടാക്കുന്നത്, ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അൺലെസ് ദ സർവീസ് ഓഡിറ്റർ ഈസ് എ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ICAൻ്റെ മെമ്പർ അല്ലെങ്കിൽ മാത്രമേ എന്ത് നോക്കേണ്ടതുള്ളൂ, ഈ ഒരു കോമ്പീറ്റൻസും ഇൻഡിപെൻഡൻസും നോക്കേണ്ടതുള്ളൂ. എക്സാമ്പിൾ, വെരിഫൈങ് ദ ക്രെഡൻഷ്യൽസ് ഓഫ് ദ സർവീസ് ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സർവീസ് ഓഡിറ്ററിൻ്റെ കോമ്പീറ്റൻസും ഇൻഡിപെൻഡൻസും ചെക്ക് ചെയ്യണം, അവർ ICAൻ്റെ മെമ്പർ അല്ലെങ്കിൽ. രണ്ടാമത്തത് ഇവാലുവേറ്റിംഗ് ദ റിപ്പോർട്ട് ആസ് ഓഡിറ്റ് എവിഡൻസ്. ഫസ്റ്റ്, എൻഷുർ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് കൺട്രോൾസ് ഇൻ ദ റിപ്പോർട്ട് കവർ ദ അപ്രോപ്രിയേറ്റ് ഡേറ്റ് ഓർ പീരീഡ് ഫോർ ദ യൂസർ ഓഡിറ്റേഴ്സ് പർപ്പസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ എൻഷുർ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞു ടൈപ്പ് 1ലും ടൈപ്പ് 2ലും എന്തുണ്ടാവും, സിസ്റ്റം, കൺട്രോൾ, ഒബ്ജക്റ്റീവ് ആൻഡ് റിലേറ്റഡ് കൺട്രോൾസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനും അതേമാതിരി തന്നെ ഡിസൈൻ ഓഫ് കൺട്രോൾ ഇൻ ദ റിപ്പോർട്ട് കവർ ദ അപ്രോപ്രിയേറ്റ് ഡേറ്റ് ഓർ പീരീഡ് ഫോർ ദ യൂസർ ഓഡിറ്റേഴ്സ് പർപ്പസ്. അപ്പോൾ യൂസർ ഓഡിറ്ററിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പീരീഡിനും ഡേറ്റിനും അപ്രോപ്രിയേറ്റ് ആയ രീതിയിലാണോ ഈ ഒരു റിപ്പോർട്ടിലുള്ളതെന്നുള്ള കാര്യം ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉള്ളതെന്നുള്ള കാര്യം ഫസ്റ്റ് യൂസർ ഓഡിറ്റർ എൻഷുർ ചെയ്യണം. സോ നമ്മളിപ്പോൾ നോക്കുന്നത് 31 മാർച്ച് എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ ഒരു ഇയറിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. ഏപ്രിൽ മുതൽ 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള റിപ്പോർട്ടാണ് ആ പീരീഡാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ഇവർ തന്നിട്ടുള്ള ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ടിൽ 2024 ഏപ്രിൽ മുതൽ പ്രസൻറ്റ് പീരീഡ് വരെയുള്ള റിപ്പോർട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മളുടെ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യം ആ റിപ്പോർട്ടിലില്ല. സോ ഫസ്റ്റ് ആ റിപ്പോർട്ടിലുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളുടെ ഓഡിറ്റ് പീരീഡിനെ കവർ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സെക്കൻഡ്ലി, an example, a type 2 report covering the financial year being audited. അടുത്ത വെച്ചാൽ assess whether the evidence in the report sufficiently explains the user entity's internal controls relevant to the audit. അപ്പോൾ യൂസർ എൻറ്റിറ്റീൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ, ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ എഫക്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. സോ അസസ് വെദർ ദ എവിഡൻസ് ഇൻ ദ റിപ്പോർട്ട് സഫീഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ദ യൂസർ എൻറ്റിറ്റീസ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ യൂസർ എൻറ്റിറ്റി ഇൻറ്റേർണൽ കൺട്രോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനാണോ ആ റിപ്പോർട്ട് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം,
ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ കേട്ടോ, അതാണ് മെയിൻ. ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനാണോ ആ റിപ്പോർട്ടിലുള്ളത് എന്നുള്ള കാര്യം ഓഡിറ്റർ അസസ് ചെയ്യണം. റിവ്യൂയിങ് ടൈപ്പ് 2 റിപ്പോർട്ട് ഫോർ പേറോൾ പ്രോസസിങ് എഫക്റ്റീവ്നെസ്. അടുത്ത വെച്ചാൽ ചെക്ക് ഇഫ് കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ റിപ്പോർട്ട്സ് ആർ റിലവൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ യൂസർ എൻറ്റിറ്റി. അപ്പോൾ എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾസ് ഉണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസ് ഓർഗനൈസേഷൻ ഒരു സർവീസ് യൂസർ എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യും. അവരെന്താണ് അതിന് തക്കതായിട്ടുള്ള കൺട്രോൾസും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രോപ്പർ ആവാൻ വേണ്ടിയുള്ള കൺട്രോൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ കൺട്രോൾസിന് പുറമെ എന്താണ് യൂസർ എൻറ്റിറ്റിയും ഒരു കൺട്രോൾസ് വെക്കണം. സപ്പോസ് ഇപ്പോൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഒരു എന്താണ് നമുക്കൊരു സെർവറാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ലൗഡ് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് നിൽക്കുക. നമ്മളുടെ ഡാറ്റയൊക്കെ അവർ ക്ലൗഡിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ആ സെർവറിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ അവരായിരിക്കും സർവീസ് ഓർഗനൈസേഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു കൺട്രോൾസ്. പക്ഷേ നമ്മളുടെ സ്റ്റാഫിന് കൊടുക്കുന്ന പാസ്വേഡ്, അതിൻ്റെ ഒതൻറ്റിക്കേഷൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ എന്താണ് യൂസർ എൻറ്റിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ സ്റ്റാഫിനാണ് ഈ ഒരു പാസ്വേഡ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഹയർ അതോറിറ്റീസാണ് മോണിറ്റർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആരാണ് യൂസർ എൻറ്റിറ്റിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത് കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ കൺട്രോൾസിന് പുറമെ എന്താണ് യൂസർ എൻറ്റിറ്റീസും ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾസ് എന്താണ് ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് റിലവൻ്റ് ആണോ എന്ന് നോക്കണം. അതേമാതിരി തന്നെ യൂസർ എൻറ്റിറ്റീസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ആര് നോക്കണം, യൂസർ ഓഡിറ്റർ നോക്കണം. ഓക്കെ, ദെൻ കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾ നമ്മൾ പറഞ്ഞു. എന്താണ് കോംപ്ലിമെൻ്ററി യൂസർ എൻറ്റിറ്റി കൺട്രോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ these are controls that the service organization assumes that the user entity will implement as part of the system design to achieve control objective. അപ്പോൾ കൺട്രോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് വേണം, സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രോളും അതിന് പുറമെ ഈ കോംപ്ലിമെൻ്ററി കൺട്രോൾസും വേണം. എന്നുവെച്ചാൽ യൂസർ എൻറ്റിറ്റി കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു സെർവർ ഒരു ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലൗഡിൻ്റെ സെർവറിൻ്റെ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലുള്ള ഹാക്കേഴ്സിനും അതിൽ നിന്നൊക്കെ എതിരായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡേഴ്സാണ്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ആരായിരിക്കണം, എൻറ്റിറ്റി ആയിരിക്കണം, യൂസർ എൻറ്റിറ്റി ആയിരിക്കണം. അപ്പോൾ അവരെന്താണ് അതിനൊരു കൺട്രോൾ വെക്കണം. അതിനാണ് കോംപ്ലിമെൻ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ് സർവീസ് ഓർഗനൈസേഷൻ അസ്യൂം ചെയ്യും. സോ ദീസ് കൺട്രോൾസ് ദാറ്റ് ദ സർവീസ് ഓർഗനൈസേഷൻ അവർ അസ്യൂം ചെയ്യും എന്ത് യൂസർ എൻറ്റിറ്റി ഈ ഒരു കൺട്രോൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം. ഇത് സർവീസ് ഓർഗനൈസേഷൻ്റെ ലിമിറ്റിൽ വരുന്ന കാര്യമല്ല. ഇംപ്ലിമെൻറ്റ് ആസ് എ പാർട്ട് ഓഫ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ടു അച്ചീവ് കൺട്രോൾ ഒബ്ജക്റ്റീവ്. എക്സാമ്പിൾ, എ പേറോൾ സർവീസ് പ്രൊവൈഡർ അസ്യൂംസ് ദാറ്റ് ദ യൂസർ എൻറ്റിറ്റി വെരിഫൈസ് ടൈം ഷീറ്റ്സ് ബിഫോർ സബ്മിറ്റിംഗ് ഡാറ്റ. അപ്പോൾ അവരെന്താണ് ഇപ്പോൾ ഒരു പേറോൾ സർവീസാണ് ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ടൈം ഷീറ്റ് എന്താണ് യൂസർ എൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് ഇവർ ഈ ടൈം ഷീറ്റ് വാങ്ങുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു കൺട്രോൾസാണ് കോംപ്ലിമെൻ്ററി കൺട്രോൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതും ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിപ്പോർട്ടിലുണ്ടോ, അത് റിലവൻ്റ് ആണോ, അത് യൂസർ എൻറ്റിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആര് നോക്കണം, യൂസർ ഓഡിറ്റർ നോക്കണം. Responding to assessed risk of material misstatement. Determine if there is sufficient audit evidence available for the user entity's records regarding financial statement accession. Example, checking user entities records for payroll expense to confirm their accuracy. അപ്പോൾ എന്താണ് യൂസർ എൻറ്റിറ്റീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസെഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യണം. ഓഡിറ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെതിരായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് എവിഡൻസ് ഇസ് ഇൻസഫിഷ്യൻറ്റ്, എവിഡൻസ് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി യൂസർ എൻറ്റിറ്റീസിൻ്റെ റെക്കോർഡ്സിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് അത് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല അവർ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യണം. ഒരു ഓഡിറ്റർ നോർമൽ പ്രൊസീജിയേഴ്സിൽ എന്താണോ ചെയ്യേണ്ടത്, അഡീഷണൽ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അവർ പെർഫോം ചെയ്യണം ഓഡിറ്റർ അറ്റ് ദ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം.
ഓർ എൻഗേജ് അനദർ ഓഡിറ്റർ ടു പെർഫോം ദം ഓൺ ബിഹാഫ് ഓഫ് ദ യൂസർ ഓഡിറ്റർ. അപ്പോൾ യൂസർ ഓഡിറ്ററിൻ്റെ ബിഹാഫിൽ വേറൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് എന്താണ് സർവീസ് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം, അഡീഷണൽ പ്രൊസീജിയേഴ്സ് ചെയ്യണം. എക്സാമ്പിൾ, കണ്ടക്ടിങ് ടെസ്റ്റ് അറ്റ് ദ സർവീസ് ഓർഗനൈസേഷൻ ടു വെരിഫൈ പേറോൾ പ്രോസസിംഗ് കൺട്രോൾ. ഇപ്പോൾ പേറോൾ പ്രോസസിംഗ് കൺട്രോൾസിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, സർവീസ് ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നടത്തുക. നെക്സ്റ്റ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമുക്ക് നോക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വെച്ചാൽ ഒബ്റ്റെയിനിങ് എവിഡൻസ് ഫോർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കൺട്രോൾ. രണ്ടാമത്തെ വെച്ചാൽ ടൈപ്പ് 2 റിപ്പോർട്ട് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും എന്തിനാ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന് വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വെച്ചാൽ ഒബ്റ്റെയിനിങ് എവിഡൻസ് ഫോർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ, ഫസ്റ്റ് obtain audit evidence about the effectiveness of control at the service organization using the following. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു സർവീസ് ഓർഗനൈസേഷൻ്റെ കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ എന്താണ് വാങ്ങണം. ടൈപ്പ് 2 റിപ്പോർട്ട് വെച്ചാൽ ഒരു പീരീഡിലേക്കുള്ള, അതിലാണ് എന്ത് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ. ടൈപ്പ് 1 റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു അറ്റ് ദ പീരിയഡ്, ഒരു സ്പെസിഫൈഡ് ഡേറ്റിലുള്ള കൺട്രോൾസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമേ ടൈപ്പ് 1 റിപ്പോർട്ടിലുള്ളൂ. ടൈപ്പ് 2 റിപ്പോർട്ടിൽ മാത്രം എന്താണ്, ഒരു സ്പെസിഫൈഡ് പീരീഡ് എന്ന് വെച്ചാൽ ഒരു പീരീഡിൽ ഒരു കൺട്രോൾസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ എന്തൊക്കെ കൺട്രോൾസ് ഉണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ടൈപ്പ് 1. ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ആ കൺട്രോൾസ് എങ്ങനെ പെർഫോം ചെയ്തും കൂടി എന്നുള്ള കാര്യം കൂടിയാണ് എന്ത് പറയുക, ടൈപ്പ് 2 പറയാം. അപ്പോൾ നമ്മൾ എന്താണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, എഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ, കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് ടൈപ്പ് 2 ആണ്, ടൈപ്പ് 1 അല്ല. അപ്പോൾ ടൈപ്പ് 1 നമ്മൾ അവോയ്ഡ് ചെയ്യണം. ടൈപ്പ് 1 ആവശ്യം നമുക്കില്ല എന്തൊരു കാര്യത്തിൽ, എഫക്റ്റീവ്നെസ് നോക്കേണ്ട കാര്യത്തിൽ. എക്സാമ്പിൾ, ടൈപ്പ് 2 റിപ്പോർട്ട് ഷോയിങ് പേറോൾ പ്രോസസിംഗ് കൺട്രോൾസ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ദ ഇയറിൻ്റെ റിപ്പോർട്ടായിരിക്കും ടൈപ്പ് 2. അപ്പോൾ അതിൽ എഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എന്താണ് ടൈപ്പ് 2 നമുക്ക് നോക്കാൻ പറ്റും. അടുത്ത ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, പെർഫോമിംഗ് ടെസ്റ്റ് അറ്റ് ദ സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ സർവീസ് ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ടാണോ നടക്കുന്നുള്ള കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ പെർഫോമിംഗ് ടെസ്റ്റ് അറ്റ് ദ സർവീസ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ, കണ്ടക്ടിങ് ഓൺ സൈറ്റ് ടെസ്റ്റ് ടു വെരിഫൈ ആക്സസ് കൺട്രോൾ ഫോർ പേറോൾ ഡാറ്റ. അടുത്ത വെച്ചാൽ യൂസിങ് അനദർ ഓഡിറ്റർ. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് സർവീസ് ഓർഗനൈസേഷനിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജോലി ചെയ്യാം, അവരോട് എന്ത് പറയാം, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറയാം, എന്ന് വെച്ചാൽ ഈ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യാൻ പറയാം. Engaging external auditor to verify the operation of payroll control at the service organization. ഇനി യൂസിങ് എ ടൈപ്പ് 2 റിപ്പോർട്ട് ആസ് ഓഡിറ്റ് എവിഡൻസ്. അപ്പോൾ ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് വെദർ ദ ഡിസ്ക്രിപ്ഷൻ, ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾസ് ഇൻ ദ ടൈപ്പ് 2 റിപ്പോർട്ട് അലൈൻ വിത്ത് ദ യൂസർ ഓഡിറ്റേഴ്സ് പർപ്പസ്. അപ്പോൾ യൂസർ ഓഡിറ്ററിൻ്റെ പർപ്പസുമായിട്ട് എന്താണ് ഈ ഒരു ടൈപ്പ് 2 റിപ്പോർട്ടിലുള്ള ഡിസ്ക്രിപ്ഷനും ഡിസൈനും ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഒക്കെ അലൈൻ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ ഒരു പർപ്പസിന് പറ്റുന്ന രീതിയിലാണോ ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് നോക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണോ പർപ്പസ് അതിന് വേണ്ടിയുള്ള കാര്യം ആ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ റിപ്പോർട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ നോക്കുകയാണ്, നമ്മളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് തക്കതായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് അതെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ യൂസർ ഓഡിറ്ററിൻ്റെ പർപ്പസിന് അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും ഡിസൈനും ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഒക്കെയാണോ ആ ടൈപ്പ് 2 റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ പീരീഡ്, മെയിനായിട്ട് ആ പീരീഡ്, നമ്മളിപ്പോൾ നോക്കുന്ന പീരീഡിന് കറക്റ്റായിട്ടുള്ള പീരീഡാണോ ആ ടൈപ്പ് 2 റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മളെന്ത് ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, എൻഷുറിംഗ് ദ റിപ്പോർട്ട് കവേഴ്സ് ദ പേറോൾ പ്രോസസിംഗ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ അണ്ടർ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിലുള്ള ഏത് ഓഡിറ്റ് പീരീഡാണോ നമ്മൾ ചെക്ക് ചെയ്തത് ആ പീരീഡിലുള്ള ഡാറ്റയാണോ ഈ ടൈപ്പ് 2 റിപ്പോർട്ടിലുള്ളതെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. Then determine if complementary user entity controls are relevant and test their operating effectiveness. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള യൂസർ എൻറ്റിറ്റി കൺട്രോൾസ് റിലവൻ്റ് ആണോ എന്നുള്ള കാര്യം അതേമാതിരി തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ, വെരിഫൈങ് ഇഫ് ദ യൂസർ എൻറ്റിറ്റീസ് റീകൺസൈൽ പേറോൾ ഡാറ്റ റെഗുലർലി ആസ് അസ്യൂംഡ് ഇൻ ദ ടൈപ്പ് 2 റിപ്പോർട്ട്. അപ്പോൾ ടൈപ്പ് 2 റിപ്പോർട്ടിൽ അസ്യൂം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവരെന്ത് ചെയ്യില്ല, സർവീസ് ഓർഗനൈസേഷൻ കോംപ്ലിമെൻ്ററി കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അത് ചെയ്യേണ്ടത് യൂസർ എൻറ്റിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ എന്താണ്, അവർ ഡാറ്റ കൊടുത്തതിന് ശേഷം ആ ഡാറ്റ റീകൺസൈൽ ചെയ്യേണ്ടത് ആരെ ഉത്തരവാദിത്തമാണ്, യൂസർ എൻറ്റിറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുക. ഈ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യം റിലവൻ്റ് ആണോ അതേമാതിരി തന്നെ അത് ചെയ്യുന്നുണ്ടോ കാര്യം ടെസ്റ്റും കൂടി ചെയ്ത് നോക്കുക, അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്.
അടുത്ത വെച്ചാൽ അസസ് ദ ടൈം പീരീഡ് കവേർഡ് ബൈ ദ റിപ്പോർട്ട്സ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അതിൻ്റെ ടൈം പീരീഡ് നമ്മൾ നോക്കുക. അതേമാതിരി തന്നെ കൺസിഡർ എനി ടൈം ഗ്യാപ്പ് സിൻസ് ദോസ് ടെസ്റ്റ് വർ കണ്ടക്റ്റഡ്. ആ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം ടൈം ഗ്യാപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റിന് റിലവൻ്റ് ആണോ. നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ള പീരീഡ് എന്താ പറയുക ഒരു ഏപ്രിൽ മുതൽ മെയ് വരെയാണെന്ന് വെക്കുക. അത്ര ഒരു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മൊത്തമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫിനാൻഷ്യൽ റിലവൻ്റ് ആണോ ഈ റിപ്പോർട്ട് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അതിൻ്റെ ഒരു ടൈം പീരീഡും അതേമാതിരി തന്നെ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടൈം ഗ്യാപ്പ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം ഓഡിറ്റർ. എക്സാമ്പിൾ, എൻഷുറിങ് ദ ടൈപ്പ് 2 റിപ്പോർട്ട് ഇൻക്ലൂഡ്സ് ടെസ്റ്റ് അപ് ടു ദ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ഡേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ എൻഡ് ഡേറ്റ് വരെ എന്താണ് ഈ ഒരു ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. Evaluate whether a service auditor's test of controls and results are sufficient and relevant for the user entity's financial statement assessment. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്പ് 2 റിപ്പോർട്ട് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യും. സർവീസ് ഓഡിറ്റർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസും അതേമാതിരി തന്നെ എന്താണ് അതിൻ്റെ റിസൾട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ എന്താണ് നമ്മളുടെ ഓഡിറ്റിന് സഫീഷ്യൻറ്റും അതേമാതിരി തന്നെ റിലവൻറ്റും ആണെന്ന് വെച്ചാൽ യൂസർ എൻറ്റിറ്റീൻ്റെ ഓഡിറ്ററിന് സഫീഷ്യൻറ്റും റിലവൻറ്റും ആണെന്നുള്ള കാര്യം അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അസഷൻസിന് റിലവൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഒരു യൂസർ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഫ്രോഡ്, നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഫ്രോഡ്, നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഫ്രോഡ് വെച്ചാൽ നമ്മൾ 240 ഓൾറെഡി നോക്കി. ഞാൻ ജസ്റ്റ് പറയാണ് ഒരു റിവിഷമായി. 240 നോക്കി. നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ 250 നോക്കി. ഓക്കെ, SA 250. സോ ഇതിൽ ഫസ്റ്റ് ഇൻക്വയറി ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇൻക്വയറി ഓഫ് മാനേജ്മെൻറ്റ്. ദ യൂസർ ഓഡിറ്റർ മസ്റ്റ് ആസ്ക് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ യൂസർ എൻറ്റിറ്റി. അപ്പോൾ ആരാണ് ചോദിക്കുന്നത്? യൂസർ ഓഡിറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ദ യൂസർ എൻറ്റിറ്റിയോട് ചോദിക്കണം. എന്ത്? ദ സർവീസ് ഓർഗനൈസേഷൻ ഹാസ് റിപ്പോർട്ടഡ് എനി ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫ്രോഡ്, നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ഓർ റെഗുലേഷൻസ് ഓർ അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് യൂസർ എൻറ്റിറ്റീൻ്റെ മാനേജ്മെൻറ്റിനോട് യൂസർ ഓഡിറ്റർ ചോദിക്കണം സർവീസ് ഓർഗനൈസേഷൻ ഫ്രോഡിനെ കുറിച്ചിട്ടോ നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ഓർ റെഗുലേഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്താണ് ചോദിക്കണം. ഫ്രോഡ് മീൻസ് എന്ന് വെച്ചാൽ ഈ സർവീസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് എംബേസിൽമെൻറ്റ് നടന്നിട്ടുണ്ടോ, അതെന്താണ് യൂസർ എൻറ്റിറ്റീൻ്റെ അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നടന്നിട്ടുള്ള കാര്യം നോക്കണം. രണ്ടാമത്തെ വെച്ചാൽ നോൺ കംപ്ലയൻസ് വിത്ത് ലേബർ ലോസ് ബൈ ദ സർവീസ് ഓർഗനൈസേഷൻ എഫക്റ്റിംഗ് പേറോൾ പ്രോസസ്. അപ്പോൾ പേറോൾ പ്രോസസ്സിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നോൺ കംപ്ലയൻസ് ലേബർ ലോസിനെ കംപ്ലൈ ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ. ദെൻ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്, എറേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് ബൈ ദ സർവീസ് ഓർഗനൈസേഷൻ ദാറ്റ് റിമെയിൻ അൺകറക്റ്റഡ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ് മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് ഈ നമ്മളുടെ യൂസർ ഓഡിറ്റർ ചോദിക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ സർവീസ് ഓർഗനൈസേഷനുമായിട്ട്. ദെൻ ഇവാലുവേറ്റിംഗ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദ യൂസർ ഓഡിറ്റർ മസ്റ്റ് അസസ് ഹൗ ദീസ് മാറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ടേംസ് ഓഫ് നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സർവീസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും ഫ്രോഡ് നടന്നതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിയമം പാലിക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ഇനിയും കണ്ടുപിടിക്കാത്തതായിട്ട് കിടക്കുന്നതോ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റിനെ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ അസസ് ചെയ്യണം. സോ നേച്ചർ മീൻസ് ടൈപ്പ് ഓഫ് ഫർദർ ഓഡിറ്റ് വർക്ക് നീഡഡ്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഓഡിറ്റ് വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് പോയി ചോദിച്ചു. അതാണല്ലോ ഫസ്റ്റ് പറഞ്ഞത്. മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് ഇൻക്വയറി നടത്താനാണ് പറഞ്ഞത്. നമ്മൾ പോയി ചോദിച്ചു. അപ്പോൾ മാനേജ്മെൻറ്റ് ഇത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ
ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മന്തിൽ GST നിയമം പാലിക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് വന്നു, നമുക്ക് ഇൻട്രസ്റ്റ് ഫീ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പെനാൽറ്റി വന്നിട്ടുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വന്നു. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം, നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഇനി വർക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് കുറവായതുകൊണ്ട് വർക്ക് ഇനി വേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. സോ നേച്ചർ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യണം. എക്സാമ്പിൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫ്രോഡ് ബൈ ടെസ്റ്റിംഗ് പേറോൾ പ്രോസസിംഗ് ആക്യുറസി. അടുത്ത വെച്ചാൽ ടൈമിംഗ് ആണ്. വെൻ ദ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഷുഡ് ബി കണ്ടക്റ്റഡ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ സർവീസ് ഓർഗനൈസേഷൻ എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മൾ അവരുടെ വർക്ക് കൂടുതൽ ചെക്ക് ചെയ്യണം നമുക്ക് മനസ്സിലായി. അത് നമ്മൾ എപ്പോൾ ചെയ്യണം, എപ്പോഴാണ് ഈ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്, വെൻ. ടൈമിംഗ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ. അടുത്ത വെച്ചാൽ എക്സ്റ്റെൻറ്റ്, നമ്മൾ എത്ര ഡീപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഒരു കാര്യം. ദ ഡെപ്ത് ഓഫ് ടെസ്റ്റിംഗ് റിക്വയർഡ്, ഇതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇൻക്വയറിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് ഈ കാര്യം കൂടി നമ്മൾ അസസ് ചെയ്യണം. സോ ദ യൂസർ ഓഡിറ്റർ മസ്റ്റ് അസസ് ഹൗ ദീസ് മാറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ടേംസ് ഓഫ് നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്. The auditor must also consider how these issues affect audit conclusions on and the audit report. അപ്പോൾ ഓഡിറ്റ് കൺക്ലൂഷൻസിലും അതേമാതിരി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലും ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ടത്, എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളുടെ കൺക്ലൂഷനിലും എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലും ഈ ഓരോ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടി യൂസർ ഓഡിറ്റർ കൺസിഡർ ചെയ്തിരിക്കണം. എക്സാമ്പിൾ, മോഡിഫൈയിങ് ദ റിപ്പോർട്ട് ഇഫ് സിഗ്നിഫിക്കൻറ്റ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ്. അപ്പോൾ എന്തെങ്കിലും അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കണം. അടുത്തത് റിപ്പോർട്ടിംഗ് ബൈ ദ യൂസർ ഓഡിറ്ററാണ്. അപ്പോൾ യൂസർ ഓഡിറ്റർ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ്, മോഡിഫൈയിങ് ദ ഒപ്പീനിയൻ. The user auditor must modify the audit opinion as per SA 705 if they cannot obtain sufficient appropriate audit evidence about the service organization's services relevant to the audit of the user entity's financial statement. അപ്പോൾ നമ്മളുടെ യൂസർ എൻറ്റിറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് റിലവൻ്റ് ആയിട്ട് സർവീസ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസിനെ കുറിച്ചിട്ട് നമുക്കെന്താണ് സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആസ് പെർ SA 705 പ്രകാരം നമ്മളുടെ ഓഡിറ്റ് ഒപ്പീനിയൻ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾ, ഇഫ് എവിഡൻസ് അബൌട്ട് ദ പേറോൾ കൺട്രോൾ ഈസ് മിസ്സിങ്. അപ്പോൾ പേറോൾ കൺട്രോളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല, നമുക്കൊരു തരത്തിലും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ SA 705 പ്രകാരം മോഡിഫൈ ചെയ്യുക റിപ്പോർട്ട്. റിഫറിങ് ടു ദ സർവീസ് ഓഡിറ്റർ ഇൻ റിപ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ എന്താണ് സർവീസ് ഓഡിറ്ററിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ദ യൂസർ ഓഡിറ്റർ മസ്റ്റ് നോട്ട്, എന്താണ് മസ്റ്റ് അല്ല മസ്റ്റ് നോട്ടാണ്, മസ്റ്റ് നോട്ട് റിഫർ ദ സർവീസ് ഓഡിറ്റർ ഇൻ എൻ ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് എൻ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അൺലെസ് റിക്വയർഡ് ബൈ ലോ ഓർ റെഗുലേഷൻ. അപ്പോൾ നിയമം പറയാത്തതനുസരിച്ചിട്ട്, നിയമം പറയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സർവീസ് ഓഡിറ്ററിനെ കുറിച്ച് നമ്മളുടെ റിപ്പോർട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ റിപ്പോർട്ട് അൺമോഡിഫൈഡ് എന്ന് വെച്ചാൽ നമ്മൾ കുഴപ്പമൊന്നും എഴുതുന്നില്ല, നമ്മൾ എഴുതുന്ന വെച്ചാൽ ഓക്കെ റിപ്പോർട്ട് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല, സർവീസ് ഓർഗനൈസേഷൻ ചെയ്ത വർക്കും അതേമാതിരി തന്നെ യൂസർ എൻറ്റിറ്റിൻ്റെ വർക്കും പ്രോപ്പറാണ്, ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പണ്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സർവീസ് ഓഡിറ്ററിൻ്റെ നമ്മളതിൽ റിഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ മസ്റ്റ് നോട്ട് റിഫർ ടു ദ സർവീസ് ഓഡിറ്റർ ഇൻ എ റിപ്പോർട്ട് വിത്ത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. പക്ഷേ നിയമം ലോ റെഗുലേഷൻ റിക്വയർ ചെയ്യുകയാണെങ്കിൽ, അത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. എക്സാമ്പിൾ, ഇഫ് ദെയർ ആർ നോ ഇഷ്യൂസ് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നോ മെൻഷൻ ഓഫ് ദ സർവീസ് ഓഡിറ്റർ ഈസ് നെസസറി. If the law or regulation requires reference to the service auditor, the user auditor's report must clarify that this does not reduce the user auditor's responsibility for the audit opinion. അപ്പോൾ നിയമം പറയാണ് എന്ത്, സർവീസ് ഓഡിറ്ററിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തും കൂടി മെൻഷൻ ചെയ്യണം, നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യണം എന്ത്, യൂസർ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി റെഡ്യൂസ് ആയിട്ടില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, അത് റിഡ്യൂസ് ചെയ്തിട്ടല്ല നമ്മൾ എന്താണ് സർവീസ് ഓഡിറ്ററിൻ്റെ വർക്ക് റിലൈ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. എപ്പോൾ ലോ ആൻഡ് റെഗുലേഷൻ സർവീസ് ഓഡിറ്ററിനെ കുറിച്ചിട്ട് റിഫർ ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഈവൻ വെൻ
അവർ റിപ്പോർട്ട് അവർ ഒപ്പീനിയൻ ഈസ് അൺമോഡിഫൈഡ്. അടുത്ത വെച്ചാൽ റിഫറൻസ് ഇൻ കേസ് ഓഫ് മോഡിഫൈഡ് ഒപ്പീനിയൻ. അപ്പോൾ മോഡിഫൈഡ് ആണ് ഒപ്പീനിയൻ കൊടുത്തത്, നമ്മളുടെ ഒപ്പീനിയൻ അൺമോഡിഫൈഡ് അല്ല, മോഡിഫൈഡ് ആണ്. ആ കേസിലോ ഇഫ് റിഫറൻസ് ടു സർവീസ് ഓഡിറ്റേഴ്സ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എക്സ്പ്ലെയിൻ എ മോഡിഫിക്കേഷൻ ഇൻ ദ ഓഡിറ്റ് ഒപ്പീനിയൻ, ദ റിപ്പോർട്ട് മസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദിസ് റിഫറൻസ് ഡസ് നോട്ട് റെഡ്യൂസ് ദ യൂസർ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളൊരു മോഡിഫിക്കേഷൻ കൊടുക്കുകയാണ്, നമ്മളുടെ റിപ്പോർട്ടിൽ നമ്മൾ എന്താണ് നമ്മൾ പറയാണ് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് നമ്മൾ പറയുകയാണെന്ന് വെക്കുക. ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന മോഡിഫിക്കേഷനിൽ എന്താണ് ഈ ഒരു സർവീസ് ഓഡിറ്ററിനെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം അയാൾ ചെയ്തൊരു വർക്കിൽ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. കാരണം ഈ മോഡിഫിക്കേഷനിൽ എന്താണ്, അല്ലെങ്കിൽ അയാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾക്ക് ഈ ഒരു പിഴവിൻ്റെ അയാളുടെ അടുത്ത് നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മോഡിഫിക്കേഷനെ കുറിച്ചിട്ടുള്ളത്. ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സർവീസ് ഓഡിറ്ററിനെ റിഫർ ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്തും ചെയ്യണം, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, യൂസർ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും റെഡ്യൂസ്ഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളതിൽ റിഫർ ചെയ്തിരിക്കണം. മസ്റ്റ് സ്റ്റേറ്റ്, വി നീഡ് ടു സ്റ്റേറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാപ്റ്റർ 2. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2-ലെ 5 സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ചാപ്റ്റർ 3-ൻ്റെ ക്ലാസ്സാണ്. ഓക്കെ.